ഹായ്, ഓക്കെ, വെൽക്കം ബാക്ക് ടു ഡാബ് ചിദംബരം. ഇന്നത്തെ ഒരു വീഡിയോ, അതായത് നമ്മുടെ മനുഷ്യ മനസ്സിനെ കുറിച്ചും മനുഷ്യൻ്റെ ചില രീതികളെ കുറിച്ചും മനുഷ്യൻ്റെ പ്രവൃത്തികളെ കുറിച്ചും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയപ്പോൾ ആ വൈദ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ചെറിയൊരു അറിവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വളരെയധികം പ്രയോജനപ്പെട്ട്, അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി ഒന്ന് പ്രയോജനപ്പെട്ട്, അതായത് നിങ്ങൾക്കും കൂടി ഇതൊരു ഭാഗമാകട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓരോരുത്തർക്കും വ്യക്തമായ ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇല്ല, മനുഷ്യർ പല ജാതിയാണ്. നിങ്ങളെ മനസ്സില എനിക്ക്, എൻ്റെ മനസ്സല്ല നിങ്ങൾക്ക്. അപ്പം ആ ഒരു വ്യത്യാസം നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് കൂട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ നാടിനെ രക്ഷിക്കാൻ പറ്റും. അപ്പം ഞാൻ നേരെ വീഡിയോയിലേക്ക് പോവാം. ചികിത്സ എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു സംവിധാനമാണ് എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചിട്ടുണ്ട്. മരുന്ന് കഴിച്ചിട്ട് ജീവിക്കേണ്ട ആളുകളല്ല മനുഷ്യരെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മനുഷ്യനൊഴികെ ഈ ഭൂമിയിലെ മറ്റൊരു ജീവിയും മരുന്ന് കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മൾ വളർത്തുന്ന ജീവജാലങ്ങൾ നമ്മൾ കൊടുക്കുന്ന മരുന്ന് കഴിക്കുന്നുണ്ട്. അതല്ലാണ്ട് സ്വാഭാവികമായിട്ട് ഒരു ജീവിയും മരുന്ന് കഴിക്കുന്നതായിട്ട് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കഴിക്കേണ്ടത് എന്താണ്? ഭക്ഷണമാണ്, ശുദ്ധമായ ഭക്ഷണം. ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ശുദ്ധമായ ഭക്ഷണത്തിലേക്കാണ്. അതാണ് ചികിത്സ. രോഗം മാറണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് മാറേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ മാറുക? നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഭക്ഷണത്തിലൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നിലവിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ടൊന്ന് മാറ്റുക. എന്നിട്ട് പണ്ടുള്ള ആളുകളൊക്കെ കഴിച്ചതുപോലെ കുറച്ച് പച്ചക്കറി ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങുക. അങ്ങനെ ചെയ്യുമെന്താ സംഭവിക്കറോ? നിങ്ങളുടെ ശരീരത്തിനകത്ത്, നിങ്ങളുടെ മനസ്സിനകത്ത് പടച്ചോൻ വെച്ച, അല്ലെങ്കിൽ ദൈവം വെച്ച, അള്ള വെച്ച, ഈശ്വരൻ വെച്ച, ഭഗവാൻ വെച്ച ഒരു മെഡിസിൻ ഉണ്ട്, ഒരു മരുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിനകത്ത്, നമ്മുടെ എല്ലാവരും ശരീരം. അതങ്ങ് വർക്കാവും. കാരണം എന്താ അറിയോ? സ്വാഭാവികമായിട്ട് രോഗം മാറും എന്നർത്ഥം. അതെന്തായാലും കാരണം നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു ജീവി ഏതെങ്കിലും തരത്തിൽ ഭക്ഷണത്തിനെ മോശമാക്കിയിട്ട് കഴിക്കുന്നുണ്ടോ? മനുഷ്യൻ മാത്രമാണ് ഭക്ഷണത്തെ മോശമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടും അങ്ങനെ ആക്കിയിട്ടും ഇങ്ങനെ ഇല്ല കച്ചറ സാധനങ്ങൾ മുഴുവനും തിന്നുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അത് പാടില്ല. അത് മാറിയാൽ തന്നെ ഒരു 90% രോഗം മാറും. പിന്നെയോ മരുന്നൊരു 10% മതിയല്ലോ. ആ 10%ലും നിങ്ങളുടെ സ്വഭാവത്തിന് കുറേ പങ്കുണ്ട്. എൻ്റെയും നിങ്ങളൊക്കെ മനസ്സ് നല്ലതാണോ എന്ന് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വെറും ദുഷ്ടതയും വെറും ക്രൂരതയും വെറും ക്രിമിനൽ സ്വഭാവമാണ് എൻ്റെ നിങ്ങളൊക്കെങ്കിൽ നിങ്ങൾ ആലോചിക്കണം എങ്ങനെയാണ് ഈ രോഗം മാറുക. ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം ആരാണ്, എന്താണ് എന്ന് അറിയേണ്ടവർക്കാണെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽ ആയി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ മറക്കാതെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന് ശ്രമിച്ചാൽ മതി, കാര്യങ്ങൾ നമ്മളെ വഴിക്ക് തന്നെ വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അദ്ദേഹം പറഞ്ഞത് വളരെയധികം ഇഷ്ടപ്പെട്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കാനുള്ള കാരണം. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.